യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ധനഹാകാലം 5-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തന്നെ മാമോദിസ സ്വീകരണത്തെക്കുറിച്ചും അതിലൂടെ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കുന്ന ഈ കാലത്തിൽ ക്രിസ്തു തന്നെ വീണ്ടും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഈ ആഴ്ചയിൽ നാം ധ്യാനിക്കുന്നത്. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപഭാരം ഇറക്കി വയ്ക്കുന്നതിനുള്ള പരിശ്രമം ആദ്യം മുതലേ ആചരിച്ചു പോന്നിരുന്നു. ചെയ്തു പോയ പാപത്തിന് പാപപരിഹാര ബലിയിലൂടെ പരിഹാരം ചെയ്യുന്ന ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയിൽ നാം കണ്ടെത്തുക. 2-ാമത്തെ വായനയിൽ ദാനിയേൽ പ്രവാചകൻ വരാൻ പോകുന്ന നിർജ്ജനമായ ദിവസങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുക. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊളോസ്വാസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസായ ക്രിസ്തുവിൽ എല്ലാറ്റിൻ്റെയും ആരംഭവും സമ്പൂർണതയും സമന്വയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയും പാപമോചനവും ക്രിസ്തുവിൽ ആണ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകളിലുടനീളം പാപമോചനം ദൈവത്തിൽ നിന്ന് ആണ് എന്നും ക്രിസ്തുവിൽ പാപമോചനം ഉണ്ട് എന്നും വെളിപ്പെടുത്തുന്ന വായനകളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ഈശോ നമ്മോട് ഉറപ്പിച്ചു പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന്. അതോടൊപ്പം പാപമോചനത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും സുവിശേഷത്തിലൂടെ വെളിവാക്കുന്നുണ്ട്. ആഴമായ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുകയാണ്. 4 പേരാണ് തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് വീടിനുള്ളിലേക്ക് എത്തിക്കുന്നത്. 4 പേരുടെയും വിശ്വാസം കണ്ട് അപ്പോൾ തന്നെ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുന്നു. ഈ ഒരു സംഭവത്തിൽ വലിയ ഒരു ഉൾക്കാഴ്ച ക്രിസ്തു നൽകുകയാണ്. അതായത് മാധ്യസ്ഥം തേടി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നമ്മെ നയിക്കും. വിശ്വാസത്തോടെ ഞാൻ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയുടെയും ആഴമായ വിശ്വാസത്തിൻ്റെയും തെളിവാണ് ഈ വചനഭാഗം. ഉള്ളും ഉള്ളവും അറിയുന്ന ദൈവം തളർവാദ രോഗിയുടെ പാപാവസ്ഥയും നിയമജ്ഞരുടെ ഹൃദയവധയും അറിയുന്നു. ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതാണ് എളുപ്പം? പാപമോചനമാണോ എഴുന്നേറ്റ് നടക്കലാണോ? ശാരീരികമായ സൗഖ്യമാണ് എങ്കിൽ അപ്പോൾ തന്നെ സംഭവിക്കേണ്ട ഒന്നാണ്. എന്നാൽ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു ആന്തരികമായ പ്രക്രിയയാണ്. പാപങ്ങൾ മോചിക്കാനും രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാനും അവിടുത്തേക്ക് അധികാരവും കഴിവും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ക്രിസ്തു കൽപ്പിച്ചു. ഈ വായനകളിൽ ഉടനീളം നമ്മൾ കാണുക പാപമോചനത്തിന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കുകയും പാപപരിഹാരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പാപമോചനം ക്രിസ്തുവിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സകല ജനതകളുടെയും പാപം മോചിച്ച അവിടുന്ന് ഇന്നും വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. പാപമോചനത്തിന് വിശുദ്ധ കുമ്പസാരത്തിന് വലിയ തെളിവ് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്നും പാപമോചനം വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്കേവർക്കും ലഭ്യമാണ്. ചിലപ്പോൾ പലരും ചോദിച്ചേക്കാം, നമ്മൾ എന്തിന് കുമ്പസാരിക്കണം? ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പുരോഹിതനോട് എന്തിന് ഏറ്റുപറയണം? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും രോഗം വന്നിട്ടുണ്ട്. രോഗത്തിന് മരുന്ന് എന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ പാപം മായ്ച്ചു കളയുവാനുള്ള അവസരമാണ് കുമ്പസാരം. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പാപമോചനം നൽകുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുരോഹിതനെയാണ്. അങ്ങനെ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം പുരോഹിതനിലൂടെ
ഈശോ ക്ഷമിക്കുകയാണ്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധിയുടെ ജീവിതം തുടരാൻ സഭ നമ്മെ ഇന്നും സഹായിക്കുന്നു. പാപമോചനം പാപത്തിൻ്റെ മോചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് മാനസികവും ശാരീരികവുമായ സൗഖ്യം കൂടി പാപമോചനത്തിലൂടെ ലഭിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തളർവാദ രോഗി സുഖപ്പെടുന്നു. ഈ ധനഹ കാലത്തിൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ അവിടുന്ന് ദൈവപുത്രനാണ് എന്നും പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം ഉണ്ട് എന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് തിരിച്ചറിയാം, അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്നും ആത്മീയവും ശാരീരികവുമായ സൗഖ്യം നൽകാൻ അവിടുത്തേക്ക് കഴിയുമെന്നും നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം ആഴമായ വിശ്വാസവും പ്രാർത്ഥനയും നമ്മെ ക്രിസ്തു അനുഭവത്തിന് സാക്ഷികളാക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും ചേർത്ത് വച്ചുകൊണ്ട് ആഴമായ ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാനും പാപമോചനത്തിലൂടെ സൗഖ്യം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.